ഒരു സീലാവെന്ന് പറഞ്ഞിട്ടൊരു മീൻ കിട്ടിയിട്ടുണ്ട്. ഇതാണ് മീൻ കിട്ടിൻ്റെ അതൊരു 2 കിലോനുണ്ട്. അപ്പോൾ നമുക്കത് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം നാളേക്ക് മറ്റന്നാളൊക്കെ ആയിട്ട്. അപ്പോൾ അത് എന്താ ഇട്ടാണെന്ന് വെച്ചാൽ ഒരു വലിയ ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂണ് സാദാ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ തന്നെയുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂണ് പെരുംജീരകത്തിൻ്റെ പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടി. കുരുമുളക് പൊടിയൊക്കെ ഞാൻ പറഞ്ഞില്ല. ഇതൊക്കെ ഇട്ടിട്ട് ഒരു ലേശം ചൊറുക്ക് ഒഴിച്ചിട്ട് ഞാനിത് മാഗ്നേറ്റ് ചെയ്ത് വെക്കാൻ പോവാണ്. ഞാനിത് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നാളെ വെച്ചിട്ട് എനിക്ക് നാളേക്കും മറ്റന്നാളേക്കും ഉണ്ടാവും. 2 ദിവസം അങ്ങനെ കറി ഇരിക്കുമ്പോഴാണ് മീൻ കറിക്കൊക്കെ ഒരു ടേസ്റ്റ്. അപ്പോൾ അത് നാളെ ചെയ്യാം. മാഗ്നേറ്റ് ചെയ്ത് വയ്ക്കാം. സീലാന്ന് പറഞ്ഞ മീൻ ഇന്നലെ ഞാൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അത് നമുക്ക് വെളിച്ചെണ്ണ ചൂടാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് സവോളയ്ക്ക് ഇടാം. അപ്പോൾ മീൻ കറി വയ്ക്കാനായിട്ട് അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം സവോള, പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, വേപ്പില, പിന്നെ തക്കാളി ഉണ്ട്, ഇത് മല്ലിയില. ഞാനിത് ലാസ്റ്റ് ഉള്ളി കാച്ചും. അപ്പോൾ അതിനുള്ള ചുവന്നുള്ളി വെച്ചുകൊണ്ട് ഇതൊക്കെയാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ. പിന്നെ കുടപ്പുളി. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ സവോള ചെറുതായിട്ടൊന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇടും. അപ്പോൾ അത് ഈ സവോളയുടെ ഒപ്പം കിടന്നിട്ട് വഴന്ന് വരയ്ക്കാം. നന്നായി വഴന്ന് വരയ്ക്കാം. ആ വെളുത്തുള്ളിയുടെ പച്ചമുളകും ഒക്കെ പോയിട്ട് നന്നായി വഴന്ന് വരുന്നവരെ ഇളക്കി വെക്കാം. അപ്പോൾ എല്ലാതും നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേപ്പില ഇടാം. പിന്നെ കുറച്ച് തക്കാളി ഇടാം. തക്കാളി നന്നായി വഴന്നത് 4 മുളകാണ് കേട്ടോ ഞാനിട്ടത്. 4 മുളക് ചെറി, പിന്നെ 1 കുടം വെളുത്തുള്ളി, 3 സവോള, തക്കാളി 3 ഇതൊക്കെയാണ് ഞാൻ ഇട്ടത്. വഴന്ന് വരും. സവോള നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുടപ്പുളി വയ്ക്കാം. കുടപ്പുളി ഒരു 4 പീസ് കിട്ടുന്നുണ്ടായിരുന്നു. കാരണം ഇത് 2 കിലോനുണ്ട്. അപ്പോൾ ഇത് നന്നായി അതിൽ കിടന്നിട്ട് ഞാൻ മുളകും സാധനങ്ങളൊക്കെ ഇതിൽ ചേർക്കാറുണ്ട്. അതിലിടാത്തത് മാഗ്നേറ്റ് ചെയ്ത് വെച്ചാൽ കൂടി പോകുന്നില്ല. അപ്പോൾ അത് നന്നായി തിളച്ച് വരണം. ഈ വെള്ളം, ഈ കുടപ്പുളി വെള്ളം. എന്നിട്ട് വേണം നമുക്ക് മീൻ അതിലേക്കിടാൻ. നമുക്ക് തിളപ്പിക്കാം. അപ്പോൾ കുടപ്പുളി ഇട്ട് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് മീൻ അതിലേക്ക് എടുത്തിടാം.
അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ ഇന്നലെ കയറ്റി വെച്ച കാരണം അതിൻ്റെ ഒരു തണുപ്പിൽ കുറച്ച് ഐസിൻ്റെ ഇതിൽ നന്നായി മുളകും ഇതൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വേറെ ഒന്നും ചേർക്കണ്ട നമ്മൾ. അപ്പോൾ നന്നായി ഇളക്കി ഇതിൽ യോജിപ്പിക്കുക ഈ കൂട്ടിൽ. വല്ലാണ്ട് ഇതാവുമ്പോൾ സൂക്ഷിച്ച് ചെയ്യുക. കുറച്ചൊന്നായി കഴിഞ്ഞിട്ട് നമുക്കൊന്നുകൂടി ഇളക്കി കൊടുക്കാം. അപ്പോൾ വെള്ളം മൂടത്തക്ക വിധത്തിൽ അടിയിൽ നിന്നൊന്ന് ഇളക്കി യോജിപ്പിക്കണ, അല്ലാതെ ഒന്ന് അതിൽ ഇതാവാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ പൊട്ടും സാധ്യതയുണ്ട്. അത്ര ഉറപ്പുള്ള മീനല്ലല്ലോ. ഉറപ്പുള്ള മീനാണെങ്കിൽ നമുക്ക് നന്നായി ഇളക്കി ഇതാക്കാം. അപ്പോൾ ഇത് ഒന്ന് ആയി വരട്ടെ. നമുക്ക് മൂടിയിട്ട് വരും. അധികം ചാറൊന്നുമില്ലാത്ത കുറുകിയ കറിയാണ്. അതിലിപ്പോൾ ഞാൻ നാളികേരോ അങ്ങനെയൊന്നും ചേർക്കില്ല. ഇവിടെ ആർക്കും അങ്ങനെ നാളികേരം ചേർത്തുള്ള കറി വലിയ ഇഷ്ടമല്ല. ചില സമയത്തൊക്കെ ചേർക്കേണ്ടി വരും, അങ്ങനെ ചേർക്കുള്ളൂ. ഇതിങ്ങനെ പറ്റിച്ച് വെച്ചാൽ 2 ദിവസം നന്നായി നല്ല കറിയായിട്ട് കൂട്ടാം. അപ്പം നാളേക്ക് തന്നെ ഇതൊന്നുകൂടി രസം ഉണ്ടാകും. നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നേരത്തെ ഇളക്കി കൊടുക്കണം തുടങ്ങിയാൽ ഈ സമയത്ത് നമ്മുടെ ഉപ്പൊക്കെ പാകാമെന്ന് നോക്കണം. വല്ലാണ്ട് ഇളക്കി ഉടയ്ക്കരുത്. ഇങ്ങനെ ഒന്ന് മയത്തിൽ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ നമ്മൾ നോക്കാം. ഞാൻ ഇപ്പോൾ ഉപ്പിട്ടിട്ടില്ല, നമ്മൾ മാഗ്നറ്റിയും ഇട്ട് വെച്ചാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളവും അതൊക്കെ ചേർക്കില്ല. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഉപ്പൊരു സ്വല്പം കുറവുണ്ട്. അപ്പോൾ നമുക്ക് മീനതിന്നും പോകുന്നണ്ട. അതുപോലെ അപ്പോൾ സൂക്ഷിച്ച് ഇളക്കണം, അല്ലെങ്കിൽ മുള്ളു മാത്രം വേറെ മീൻ ഇറങ്ങിയെടുക്കും. നമുക്ക് നന്നായി വറ്റി വരട്ടെ. വെള്ളം അധികം വേണ്ട. ഉപ്പ് പാകമുണ്ട് ഞങ്ങൾക്ക് ഇട്ടപ്പോൾ. അപ്പോൾ ഇടനേരത്ത് നമുക്ക് ഉപ്പൊന്നും നോക്കിയോളാം. നന്നായി വെന്ത് വരട്ടെ. മീനിലേക്ക് ഒരു താളിപ്പ് ശരിയാക്കാം. അപ്പോൾ അതിന് വെളിച്ചെണ്ണ ഒഴിച്ച് അത് കാഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ചുമന്നുള്ളി, ഇതൊരു 10 ചുമന്നുള്ളി ഉണ്ട്. ഇത് ചുമന്നുള്ളി നന്നായി ഇട്ടിട്ട് താളിപ്പുണ്ടാക്കിയിടുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ അത് നന്നായി മൊരിഞ്ഞ് വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. നന്നായി മൊരിഞ്ഞ് വരട്ടെ. അപ്പോൾ ഒരുവിധം നന്നായി വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എനിക്ക് മല്ലിയില ഇടാം. തീ സ്റ്റോപ്പ് ചെയ്യാം. മല്ലിയില ഇടാം. അപ്പോൾ ഉള്ളി ഒരു ഇതായി വരുന്നത് ഒന്നുകൂടെ ആയിക്കോട്ടെ. അപ്പോൾ അതിലേക്ക് വേപ്പിലിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അത് കറിയിലേക്ക് ഒഴിക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് ഉലുവാപ്പൊടി ഓഫ് ചെയ്തിട്ട് വേണം നമുക്കിടാൻ. ഇതാണ് നമ്മുടെ ഇന്നത്തെ മീൻ കറി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഉലുവയൊക്കെ വളരെ കുറച്ച് ഇടാൻ പാടുള്ളൂ കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ഇടാൻ പാടുള്ളൂ. കാരണം അത് കയ്പ്പുണ്ടാക്കണ ഒരു ഇതാണ്. പക്ഷെ അതേസമയം അത് ഇട്ടാൽ അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റും കൂടിയാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഓക്കെ.